ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും എത്തിയിരിക്കുന്ന സുഹൃത്തുക്കൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വീണ്ടും എത്തിയിരിക്കുക. 3 ദിവസം മുമ്പ് പോയി, പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. വാട്ട് എ ബിസി ഷെഡ്യൂൾസ്. വരുന്നു പോകുന്നു. അപ്പം നമ്മളൊരു പടം കാണാൻ വേണ്ടി, അതായത് എന്താ പറയുക, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന സ്ഥിതിക്ക് എന്താ പറയുക, നമ്മൾ എന്തായാലും ഞാനും ഇതിനും കൂടെ നൈറ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? MOTയിലേക്ക്. കൊള്ളാം, ഇതിൻ്റെ പുതിയ ഹെൽമെറ്റ്. എനിക്ക് ജോലിയില്ല ഹെൽമെറ്റിനാ വന്നിച്ചു. ഓ ഫ്രഷ് ചാളി വാരിങ് പൊത്തുക. അപ്പം നമ്മൾ നേരെ പോകുന്നത് MOTയിലേക്ക്. നമ്മൾ DC മൂവി കാണാൻ വേണ്ടി ഞാൻ 4 ദിവസം നോക്കുന്നുണ്ട്. കൊച്ചിയിൽ എങ്ങും ടിക്കറ്റ് ഇട്ടാല്ല, എല്ലായിടത്തും ഫുള്ള് ഹൗസ്ഫുൾ ഒടുക്കത്തെ ഹൗസ്ഫുൾ. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് കണ്ട് നമ്മളെന്തായാലും നേരെ ഇവിടുന്ന് ഇറങ്ങി നേരെ പോകുന്നു പടത്തിന് 8:10. അത് കഴിഞ്ഞാൽ അവന്മാരൊക്കെ 5 രൂപയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവന്മാരെല്ലാവരും തിരക്ക്. ഞാൻ വന്ന് അങ്ങനെ പ്രശ്നം, എല്ലാവരും തിരക്കാണ്. സോ നമ്മളെന്തായാലും നേരെ പോകാം പടത്തിന്. അവിടെ എത്തിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചടിച്ചു എവിടെ എത്തിയിരിക്കുന്നു? അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെയല്ലേ ചേട്ടാ, വേറെ നേരത്താന്ന് പറയണം. നല്ല രസമായിരിക്കും. ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തത്. ആഹാ, നല്ല സ്ലോയിൽ. സോറി, ഫ്ലാറ്റ് മാറിപ്പോയി. നിങ്ങൾ നടന്നു പോകുമ്പോ നേരെ സത്യം പറയാം, ലിഫ്റ്റ് വരെന്ന് പറയുന്നത്. അതൊക്കെ ആദ്യമേ സ്റ്റുഡിയോ കയറണ്ടേ? ഷർട്ട് വാങ്ങണം. ജോബിക്ക് ഓൾറെഡി ഷർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് ഷർട്ട് വാങ്ങണം. ഷർട്ട് വാങ്ങിയിട്ട് നമുക്ക് പരിപാടിയിൽ നിന്ന് പടത്തിന് പോകാം. ഫുഡ് കഴിച്ചിട്ട് പടത്തിന് കയറാം. നൈസ്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഇവനൊരു ഒറ്റ ടീഷർട്ട് വാങ്ങാൻ പോയത് നമ്മളാ. പക്ഷെ ഒരു ടീഷർട്ട് വാങ്ങി, ഒരു ചെരുപ്പ് വാങ്ങി, ഒരു ലിപ് ബാം വാങ്ങി, ഒരു ഷോർട്സ് വാങ്ങി. എന്ത് തന്നെ ചെറിയ പർച്ചേസിന് പോയി. നമ്മൾ എത്ര സാധനം വാങ്ങിച്ചത്? 1000 രൂപ പർച്ചേസ്. ഒരു 200 രൂപയ്ക്ക് വേണ്ടി 300 രൂപയ്ക്ക് വേണ്ടി പോയതാ. പക്ഷേ നമ്മളെന്തൊരു അത്രയും രൂപ പഠിച്ചു. ഓക്കെ, നമ്മൾ സിനി പോളിസോടെ തപ്പിയെടുക്കട്ടെ. കോൺ നോ, ഐ ഡോണ്ട് ലൈക്ക് കോൺ. നീ വാങ്ങ്. നമ്മളെന്തിനും അങ്ങോട്ട് പോകണം? ഞാൻ 8:10 കയറിയാൽ പോരെ? ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് പോകാം. നമ്മൾ വിശന്ന കൊണ്ട് ജസ്റ്റ് തൽക്കാലത്തേക്കൊരു 8:11 തൽക്കാലത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് ഓരോ ബർഗർ കഴിച്ചു. അവിടെ നിങ്ങൾക്ക് പടത്തിനെ പറ്റി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? വെരി ഗുഡ്. പക്ഷെ ഞാൻ മിക്കൊരു അഭിപ്രായം നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണാൻ പോകുന്നത് ഇത്ര ത്വര കൊണ്ടിരിക്കുന്നത്. നോക്കാൻ എന്തായാലും നിതിൻ എന്തായാലും ഒരു എക്സ്പെക്ടേഷൻ ഓരോന്നും വെച്ചിട്ടില്ല. സോ അവൻ്റെ റിയാക്ഷനാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ പിന്നെ കൊള്ളാന്നുള്ള ഇത് കേട്ടിട്ട് ഞാൻ പോകണമാണ്. എന്തായാലും നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ മൂവി. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ പടം കഴിഞ്ഞിറങ്ങി. നിന്റെ അഭിപ്രായം പറ. ഞാൻ പറഞ്ഞില്ലടാ, മ്യൂസിക്കിന്റെ ബലത്തിൽ പോകുന്നു. പക്ഷെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു സ്റ്റോറി ഉണ്ട് അത്. പക്ഷെ ഇതിനകത്ത് എൻ്റെ വിഷയത്തില് ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷനാണ് നോക്കിയത്. അതിൽ നോക്കിയപ്പോൾ മ്യൂസിക്കിൽ റൺ ചെയ്തതേ ഉള്ളൂ. വലിയ കഥ എന്ന് പറയാനായിട്ട് വലിയ കഥയില്ല. കുഞ്ഞൊരു സ്റ്റോറി. ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവം അത്രയല്ലേ. ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നൊരു സംഭവം അത്രയല്ലേ വരുന്നത്. അതാണ് വരുന്നത് മെയിൻ സംഭവം. അങ്ങനെ കഥ കണ്ടോക്കെ എനിക്ക് മനസ്സിലാക്കുക എന്താന്നുള്ളത്. ബാക്കി നീ ആസ് എ ഒരു നീ സിനിമ ആയിട്ട് നിൽക്കുന്നതല്ലടാ. അതിൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എഡിറ്ററാണ് നോക്കിയത്. ഓവറോൾ എങ്ങനെയുണ്ട്? മ്യൂസിക് ഉള്ള എനിക്ക് കട്ടൊക്കെ അങ്ങനെയാണ് തോന്നി. വെറും ബേസിക് കട്ട്. സത്യം പറഞ്ഞാൽ ഈ പടം കൊണ്ടുവരിക വേറെ ആരുമില്ല. നായകനുണ്ട് ഒരു ചെറിയ പെർസെൻറ്റേജ്. പെർഫോമൻസ് വൈസ് നായികയുണ്ട്. പെർഫോമൻസ് വൈസിൽ കിട്ടില്ല. നായകനൊക്കെ ചെറിയ സീനൊക്കെ ഉണ്ട്. ഗൂസ് പമ്പ് ലെവൽ സാധനമൊക്കെ. അതാ മ്യൂസിക് കൂടി വരാൻ പറ്റില്ല. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. പടം അനിരുദ്ധിൻ്റെ പടം അത്രയേ ഉള്ളൂ പറയാൻ പറ്റും. അനിരുദ്ധാണ് പടം കൊണ്ടുപോകുന്നത്, വേറെ ആരുമല്ല. ലോകേഷും കൊണ്ടുപോകുന്നുണ്ട്, നായികയും കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും ടോപ്പ് ആൻഡ് ടോപ്പ് ക്ലാസ് എന്ന് പറയാനായിട്ട് അനിരുദ്ധാണ് പടം തൂക്കുന്നത്. അല്ലടാ? അല്ലേടാന്ന്? അതെ. അവൻ വേറൊന്നും യൂണിവേഴ്സില്ല. ഓക്കെ, നമുക്ക് നമുക്കിത് നേരെ പോയി ഫുഡ് കഴിക്കാം. വിശക്കണം. വിശപ്പാണ് ഏറ്റവും വലിയ മഹത്തായത്. നമ്മൾ ചെറിയൊരു ബർഗറും കഴിച്ചിട്ട് കയറിയില്ലേ അടയമേത്. ഒരു ബർഗർ കഴിച്ചിട്ട് എന്താ പറയടാ? വയറിഞ്ഞാ? എനിക്കതൊന്നും ഒന്നും ആയില്ല. ഒരു കുഞ്ഞിക്കാച്ചി ബർഗർ കഴിച്ച് നമ്മുടെ വിശപ്പടങ്ങത്തൊന്നുമില്ല. ദോശ കഴിക്കണം. ദോശ ഒരു ഡബിൾ ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞാൽ സിത്രാകും. നമ്മൾ ഈ അമ്മ അമ്മ അഞ്ചു വിളിച്ചിട്ടില്ല. അപ്പോൾ അഞ്ചൊക്കെ തിരക്ക് ഷൂട്ട് കഴിഞ്ഞ് ടയർഡ് ആക്കണം. അതായത് വിളിക്കാൻ ഞാൻ
നമ്മൾ കടന്ന് കാണാം, അതായിരിക്കണം. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി ദോശ കഴിക്കണത്. എനിക്ക് ട്രിവാൻഡ്രത്ത് അത്യാവശ്യം നൈറ്റ് കുറച്ച് ഓടുള്ള സ്ഥലം ഈ ഏരിയ കഴക്കൂടി അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ചൊരു കടകളൊക്കെ ഉള്ളത്, മറ്റേ ഇവിടെ എന്താ ഫുഡ് കഴിക്കാനുള്ള കടയൊക്കെ ഉള്ളത്. ബ്രോക്കോഡ് ഇവിടെയൊക്കെ ഇവിടെ എവിടെ കഴിക്കാം. ഞാൻ അറിയാൻ പറ്റിയ സംഭവം ഈ ബ്രോക്കോയിലാണ് മിക്കവരും. ഇവിടെയുള്ള ഇവനുൾപ്പെടെ 4 മണി 5 മണി വരെ കുത്തിരിക്കുന്ന സ്ഥലം. നമ്മൾ കലൂർ കുത്തിരിക്കുമ്പോൾ നീ ഇവിടെ കുത്തിരിക്കൂടെ? എന്തിനാ ഇവിടെ ഇരിക്കും, നല്ല രസമാണ്, തണുപ്പൊക്കെ ഉണ്ട്. നല്ല ചൂട് ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം, നല്ല രസമാണ്. ഈ സമയത്ത് ഉണ്ടാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുമോ ഇവിടെ? നടക്കാൻ പറ്റില്ല. നമുക്ക് നടക്കാൻ പറ്റും, അതാ നമ്മുടെ ചായ കുടിക്കും നടക്കും. കലോറി ബേൺ ചെയ്യും നമ്മള്. ഓ അങ്ങനെയാണല്ലേ. അവിടെ ടീം ഉണ്ടെങ്കിൽ ആൾക്കാർ അത് അങ്ങോട്ട് നേരെ കഴക്കൂട്ടം, അങ്ങോട്ട് നേരെ ലുലു മോൾ ഏരിയ വിട്ടു പോവാ. പക്ഷെ നമ്മൾ നടക്കുന്ന റൗണ്ടിനാണ്, നമ്മൾ വലമൊക്കെ നമ്മൾ ദിവസം 1 കിലോമീറ്റർ പറ്റിയെങ്ങനെ നമ്മൾ നടക്കുന്നില്ല എല്ലാ ദിവസവും. ഇതൊക്കെ നീ വല്ല അമ്പലത്തിൽ പോയി വഴം വെച്ചിട്ട് നീയൊക്കെ എവിടെയൊക്കെ എത്തിയത്? അയ്യോ 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 എന്തൊരു പറയാനാ. എന്താ അവസ്ഥ? കൊള്ളാം, നൈസാണ് ഇവിടെ. പക്ഷേ USC ഉള്ള കാരണമാണ് തോന്നുന്നു ഇവിടെ അത്ര ആളാണെന്ന് തോന്നുന്നു. USC നേരെ ഇപ്പുറത്തല്ലേ. ഇവിടെ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇനി 2 മണിക്കൊക്കെ ഷിഫ്റ്റ് ഉള്ളവരുണ്ട്. ഈ 2 മണിക്ക് ഷിഫ്റ്റിന് ഇവർ എങ്ങനെ വന്ന് വർക്ക് ചെയ്യൂടാ? അവർ ഉറങ്ങിയിരിക്കൂടാ വൈകിട്ട് 5 മണി 4 മണിയിലൊക്കെ. എനിക്ക് അറിയാനുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവർ 2 മണിക്കൊക്കെയാണ് ഷിഫ്റ്റ്. ടാസ്ക് തന്നെയല്ലേ 2 മണിക്ക് ഷിഫ്റ്റ് വന്നിട്ട് പിന്നെ എത്ര മണിയാകുമ്പോൾ ഒരു പൈസ കിട്ടുന്നു, അതിന്റെ ബലത്തിലാണ് അവർ പോണത്. ഹെൽത്തും കളഞ്ഞിട്ട് പൈസ കിട്ടാതെ തന്നെ അല്ലേ ചെയ്യാം നമ്മള്. പൈസ നമ്മുടെ പൈസ അല്ല, നമ്മൾ പൈസ കിട്ടുന്നുണ്ട്. അവർ എക്സ്ട്രാ കിട്ടാൻ വേണ്ടി കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ കിട്ടും അവിടെ. നല്ല കൊള്ളാം എന്തായാലും നല്ലതാണ്. പൈസ മാത്രമല്ല ലൈഫ് ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയാവും. എനിക്കറിയാന്നുള്ളൊരു ഡാൻസറാണ് അവള്. പക്ഷെ 2 മണി തൊട്ട് ഇതിന് ഫുൾ ടൈമിങ് മാറിയാണ് നടക്കണം. പക്ഷെ സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്തോണ്ട് ഇനി ഓർഡർ മാറും. അങ്ങനെ മാറിയെന്നല്ല, ഒരു സേവിങ്സ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് മാറിയിട്ട് ഫ്രീ ആയിട്ടുള്ള ജോബ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്കാണ് സേവിങ്സ് ഇല്ലാത്തത്. അതെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. പക്ഷെ ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ പലരും പറയും ഇവിടുന്ന് ഫുഡ് കഴിച്ച് ജീവനം ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കണത്. ഇവിടുത്തെ ഫുഡ് ഇല്ല, ഇവിടുത്തെ നമ്മളെ വന്ന കട നന്ദു അങ്ങനെ പറഞ്ഞു. അല്ല എനിക്കും ഡൗട്ട്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു വേണം കഴിക്കണോ. നമ്മളൊരു ദോശ കഴിച്ചുള്ളൂ. ദോശ എനിക്കൊന്ന് ഉള്ളിലത്തെ മറ്റേ ഇതായിരിക്കും, മറ്റേ അതായിരിക്കും തോന്നുന്നു, അറിയില്ല. നമ്മളെന്തായാലും ദോശ മാത്രമേ കഴിച്ചു. ഭയങ്കര എരിവും അനാവശ്യ എരിവും നല്ല ഹെവി വേണ്ട. രാത്രി കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ദോശ ഓംലെറ്റ്, നമ്മുടെ സ്ഥിരം ദേശീയ ഭക്ഷണമായ ദോശ ഓംലെറ്റ്, നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആണ്. പേടിയുള്ള ബംഗാളി ആണ്. അതാണ് നമ്മൾ അത് മാത്രമേ കഴിച്ചുള്ളൂ. കൊള്ളാം. നൈറ്റ് ഇതാണ് ഓണായിട്ടുള്ളത്. വേറെ സാറേ ഓണായിട്ടുള്ള നൈറ്റ് ഓണായിട്ടുള്ള ഇല്ല, ഇവിടെ കുറവാണ്. ഇത് മാത്രമേ ഉള്ളല്ലേ. മാനവിയോ? മാനവിക അണഞ്ഞ് 10 മണി കഴിഞ്ഞാൽ അവിടെ സ്കൂളാണ് അടച്ച്. അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെവിടെ നിന്ന് തിരിക്കാൻ നോക്കട്ടെ. ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലല്ലേ ഓഫീസിലെത്തി. പടം എങ്ങനെയാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ പടം കിടിലം പടമാണ്. തിയേറ്ററിൽ കണ്ടാലേ അത് നിങ്ങൾക്ക് ഈ പറയുന്നൊരു ഗൂസ് പമ്പ് ലെവൽ കാര്യം കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഓൺലൈൻ കണ്ടാൽ, അതായത് TV ഫോണിലോ കണ്ടു നിങ്ങൾക്ക് അത്ര സൂചിക്കത്തില്ല. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പടമാണത്. അല്ലാണ്ട് ഫോണിൽ കാണുന്നതല്ല. അതിൻ്റെ മ്യൂസിക്കൽ വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടാൽ മാത്രമേ പറ്റൂ. അല്ലാണ്ട് കാണാൻ നിങ്ങൾക്ക് സൂചിക്കത്തില്ല. സീരിയസ്ലി ഞാൻ വേറൊരു കാര്യം പറയുകയാണ്, ഇത് OTT വന്ന് കഴിയുമ്പോഴത്തേക്കും പാച്ച ഇതും ഉണ്ടാകും. ശരിക്കും എല്ലാവരും നെഗറ്റീവ് പറയാൻ 100% ഞാൻ ഉറപ്പ് പറയുന്നത് എൻ്റെ OTT വരാനത്. സോ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ബ്രോക്കോഡ് ആ ഏരിയ കൊള്ളാൻ കേട്ടോ, നൈസാണ്. അവിടെ ഇരിക്കാൻ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഭയങ്കര നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇതും പറഞ്ഞ പോലെ നല്ല തണുത്ത ആംബിയൻസൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ നൈസാണ്. പിന്നെ നമ്മളവിടെ അധികം നിന്നില്ല, ഇങ്ങോട്ട് പോകുന്ന നാളെ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പോകുന്ന കൊള്ളാം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞെന്നുള്ളത്. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം മറ്റൊരു വീഡിയോ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും വണക്കം.